സംസ്ഥാനത്ത് അതിതീവ്ര മഴയെന്ന് മുന്നറിയിപ്പ്. നാളെ 4 ജില്ലകളിൽ റെഡ് അലർട്ടാണ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് റെഡ് അലർട്ട്. കാസർഗോഡ്, പാലക്കാട്, തൃശൂർ, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ടും നൽകിയിട്ടുണ്ട്. ഇന്ന് കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 8 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും പ്രജിത് മോഹനൻ ചേരുകയാണ്. പ്രജിത്ത്, ഈ ഹിഞ്ചൽ ചുഴലിക്കാറ്റിന്റെ ഒരു പ്രഭാവമാണ് ഇത്തരത്തിൽ ഈ ഒരു മുന്നറിയിപ്പിന്റെയൊക്കെ അടിസ്ഥാനമെന്നാണ് മനസ്സിലാകുന്നത്. കൂടുതൽ വിവരങ്ങൾ. ഫിഞ്ചാൽ തീരം തൊട്ട് ശക്തി കുറയാൻ തുടങ്ങിയിട്ടുണ്ട് എങ്കിലും വളരെ വേഗത്തിലല്ല ഈ ചുഴലിക്കാറ്റിന്റെ ശക്തി കുറയുന്നത് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഈ ഫിഞ്ചാൽ ചുഴലിക്കാറ്റ് കടന്നു പോകുന്നത് കേരളത്തിന്റെ തീവ്ര ന്യൂനമർദ്ദമായിട്ടോ അല്ലെങ്കിൽ ഒരു ചുഴലിക്കാറ്റോ അല്ലെങ്കിൽ ശക്തി കുറഞ്ഞ രീതിയിലേക്ക് കേരളത്തിന്റെ അടുത്തുകൂടി കടന്നു പോകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റ് ജില്ലകളിൽ തിരുവനന്തപുരവും കൊല്ലവും ഒഴിച്ചുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടും നൽകിയിരിക്കുന്നത്. നാളെ ഇത് കൂടുതൽ കേരളത്തിൽ ഇതിന് ശക്തിയുടെ ഒരു പ്രഭാവം ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത്. അതുകൊണ്ട് നാളെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ റെഡ് അലർട്ട് നൽകിയിട്ടുണ്ട്. കാസർഗോഡ്, എറണാകുളം, ഇടുക്കി, തൃശൂർ പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ് നൽകിയിരിക്കുന്നത്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്ന ഒരു കാര്യം, നാളെ ഉച്ച മുതൽ മറ്റന്നാൾ, അതായത് 2-ാം തീയതി ഉച്ച മുതൽ 3-ാം തീയതി പുലർച്ചെ വരെ ശക്തമായ മഴ ഈ പറഞ്ഞ 4 ജില്ലകളിൽ, പ്രത്യേകിച്ച് മലപ്പുറത്തും കോഴിക്കോടും വയനാടും കണ്ണൂരും പെയ്യുമെന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെയാണ് ഈ സഞ്ചാരപഥം കേരളത്തിന് തൊട്ടടുത്തുകൂടിയാണെങ്കിലും വളരെ വേഗത്തിലല്ല ഈ സൈക്ലോണിക് സിസ്റ്റം മൂവ് ചെയ്യുന്നത് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ മഴയുടെ കാര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ അലർട്ടുകളിലൊക്കെ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ശക്തമായ മഴ പെയ്യും. ഇതിൽ ആശങ്കയാകുന്നത് വയനാട് തുടങ്ങിയിട്ടുള്ള മേഖലകളിലാണ്. ഉരുൾപൊട്ടൽ ദുരന്തമൊക്കെ ഉണ്ടായ മേഖല. സ്വാഭാവികമായും വയനാട് ജില്ല നാളെ റെഡ് അലർട്ടാണ് നൽകിയിരിക്കുന്നത്. അവിടെ വലിയ മുൻകരുതൽ എടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടോ ജില്ലാ ഭരണകൂടങ്ങൾക്ക്? ഈ റെഡ് അലർട്ട് വന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം ആ മേഖലകളിൽ നൽകിയിട്ടുണ്ട്. എന്തായാലും നാളെ സ്കൂളുകൾക്കൊക്കെ അവധി പ്രഖ്യാപിക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. നമ്മൾ ഈ മനസ്സിലാക്കേണ്ടത്, ഈ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, വയനാട് ജില്ലകളുടെ എല്ലാം മലയോര മേഖലകളിൽ പലയിടത്തും ഉരുൾപൊട്ടൽ സാധ്യതകളൊക്കെ ഉണ്ട്. അത് നേരത്തെ വയനാട്ടിലെ ഉരുൾപൊട്ടലായാലും ശരി, മലപ്പുറത്ത് കവളപ്പാറ തുടങ്ങിയിട്ടുള്ള ഉരുൾപൊട്ടലുകളാണെങ്കിലും ശരി. അപ്പോൾ ഇത്തരം അപകട സാധ്യതാ മേഖലകൾ ഉള്ളതിനാൽ തന്നെ റെഡ് അലർട്ട് വന്ന സാഹചര്യത്തിൽ കൂടുതൽ കർശനമായ നിയന്ത്രണങ്ങൾ അവിടെ ഏർപ്പെടുത്തും. അതിനുള്ള നിർദ്ദേശം പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് നൽകി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവധി പ്രഖ്യാപിക്കുന്നത് പോലെയുള്ള കാര്യങ്ങളിൽ ഇതുവരെ ഏതെങ്കിലും രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ വന്നിട്ടില്ല എന്നുള്ളത് മാത്രം. വൈകുന്നേരത്തോടെ അത്തരം പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നീലിമ, സംസ്ഥാനത്ത് അതിതീവ്ര മഴയെന്ന് മുന്നറിയിപ്പാണ്. നാളെ 4 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയത്. പ്രജിത്താണ് വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും പങ്കുവച്ചത്.